ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ ഇടപെടൽ അന്വേഷണം തുടരാം എന്ന് അനുമതി കൊടുത്തത് സത്യത്തിൽ പിണറായി വിരണ്ട് കാണുമോ? പിന്നെ വേറൊരു കാര്യം, മോൾക്കൊരു സമൻസ് അയക്കുക, മോളെ പിന്നെ ഇ ഡിയുടെ മുമ്പിൽ ഹാജരാവുക, അല്ലെങ്കിൽ ഇ ഡി അറസ്റ്റ്, ഇതൊന്നും ഒരു പിതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ദയനീയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 82 വയസ്സുള്ള രോഗാതുരനായിട്ടുള്ളൊരു മനുഷ്യൻ മകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു. ആ ചെയ്ത മനുഷ്യൻ ഇപ്പം എത്ര ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ സത്യത്തിൽ ഈ വിജയൻ്റെ ഇപ്പോഴത്തെ മനഃശാസ്ത്രത്തെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ചിട്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു. എത്ര ദയനീയമായിട്ടുള്ളൊരവസ്ഥയായിരിക്കും. ഒരാളും യഥാർത്ഥത്തിൽ സഹായിക്കാനില്ല. ഇന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ AK ബാലൻ വരെ വന്നിട്ട് പറഞ്ഞെന്താ, അന്വേഷണം നടക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് CPM-ൻ്റെ നിലപാട്. അപ്പോഴാണ് AK ബാലൻ വന്നിട്ട് അന്വേഷണം നടക്കട്ടെ, എന്താണെന്ന് വെച്ചാൽ തെളിയട്ടെ എന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ എല്ലാം മനസ്സിൽ ഇയാൾ അങ്ങ് നശിക്കട്ടെ എന്നുള്ള ഫീലാണ് അവർക്കുള്ളത്. പക്ഷേ സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. എന്തായാലും ഈ വിധിയോടുകൂടി ED വീണയെ ചോദ്യം ചെയ്യാൻ വിളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർക്കെതിരെ സംസാരിക്കുന്ന തെളിവുകളുള്ള സാഹചര്യത്തിൽ അവരെ ചോദ്യം ചെയ്തതിന് ശേഷം അവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തള്ളാൻ പറ്റില്ല. അവരെ PMLA ആക്ട് 2002 പ്രകാരമാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ വകുപ്പുകൾ വളരെ കർശനമായിരിക്കും. ജാമ്യത്തിൻ്റെ സാധ്യത വളരെ കുറവാണ്. PMLA ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരോപണം ഉന്നയിക്കുന്നയാളാണ് താൻ കുറ്റം ചെയ്തില്ല എന്ന് തെളിയിക്കേണ്ടത്. ഓണസ് ആർക്കെതിരായിട്ടാണോ ഇപ്പം എനിക്കെതിരായിട്ട് ഒരു PMLA കേസ് വന്നാൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഞാൻ തെളിയിക്കേണ്ട അവസ്ഥയാണുള്ളത്. അത്രയ്ക്ക് കർശനമായിട്ടുള്ള വകുപ്പുകൾ അടങ്ങിയ ഒരാക്ട് പ്രകാരം വിജയൻ്റെ മകൾ അകത്ത് പോയാൽ ഭയങ്കര ഗതികെട്ട ഒരവസ്ഥയിലായിരിക്കും ഈ പിതാവ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മകൾ വല്ല പരപ്പനഹാര അഗ്രഹാര ജയിലിലൊക്കെ ചെന്ന് അകപ്പെടുന്നൊരു സ്ഥിതി വന്നാൽ ഈ പിതാവിൻ്റെ ഒരവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് സത്യത്തിൽ അദ്ദേഹത്തിനെതിരായിട്ട് ഇത്രയും നാൾ പോരാടിയ എനിക്ക് പോലും അത് മനോവ്യഥ ഉണ്ടാക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ പരപ്പനഹാര അഗ്രഹാര ജയിലിൽ മകളെ കാണാൻ പോയി. ക്ഷമിക്കണം, കാവ്യനീതിയുണ്ട്. മകൻ ഈ പരപ്പനഹാര അഗ്രഹാര ജയിലിൽ 1 വർഷവും 7 ദിവസം കിടന്നതാണ്. അതെ അതെ ശരിയാ, കാവ്യനീതിയുണ്ട്. എന്നെയും 8 വർഷം ജയിലിലിട്ടതാണ്. പക്ഷേ നമ്മളൊരു പ്രായത്തിൻ്റെ ഒരു പരിഗണനയൊക്കെ കൊടുക്കണ്ടേ? മകൾ പരപ്പനഹാര അഗ്രഹാര ജയിലിൽ പോയിരിക്കുമ്പോൾ മകളെ കാണാൻ പോയി അവിടെ കാത്തിരിക്കുന്ന ഈ വിജയൻ്റെ ഒരു അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് പോലും സത്യം പറഞ്ഞാൽ ഒരല്പം സഹതാപം, ഒരു അനുതാപം, ഇംഗ്ലീഷിൽ ഒരു എമ്പതി വിജയനോട് തോന്നും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.